നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടുമെന്നാണ് ഞാൻ വെച്ച് തള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൊതുവെ സ്വയം പുകഴ്ത്തുന്നത് വൃത്തികേടാണ്, മര്യാദകേടാണ്. പക്ഷേ ഞാൻ പറയാതെ നിങ്ങളെങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്? അതുകൊണ്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചാനൽ ദയവായി ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ലോട്ടറി അടിക്കുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഭാഗ്യത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ദയവായി ഒരു 2 മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളുണ്ടാവും. തുടരുക സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഈശ്വരൻ നമ്മളോട് സംസാരിക്കുന്ന ഭാഷ ഏതാണ്? തമിഴാണോ, ഇംഗ്ലീഷാണോ, ഫ്രഞ്ചാണോ, ജർമ്മനാണോ? ഇതൊന്നുമല്ല, മറിച്ച് സംസാരത്തിന് ശബ്ദമൊന്നുമില്ല, നിശബ്ദമായിട്ട് ഓരോ നിമിത്തങ്ങൾ കാണിച്ചു തരുന്നു. നിമിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ ഈ ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടാവ് തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ഇതാ ഈ അന്തരീക്ഷത്തിലുമുണ്ട്. പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു ഈശ്വര ചൈതന്യം. പിന്നെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഓരോ എന്താ പറയുക, ഓരോ പേരിൽ നമ്മൾ വിളിക്കുന്നു. അള്ളാവെന്ന് വിളിക്കും, കർത്താവെന്ന് വിളിക്കും, ഗുരുവായൂരപ്പനെന്ന് വിളിക്കും. അങ്ങനെ നിരവധി പേരുകളുണ്ട്. പൊതുവെ നമുക്ക് ഈശ്വരൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ രൂപം തന്നെയാണ് ഈശ്വരനെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്. അതൊന്നുമല്ല എൻ്റെ ചിന്താഗതി. ഞാൻ പറയാം, അത് ശാസ്ത്രീയമായിട്ടൊന്നും എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല വിശദീകരിക്കാൻ. പക്ഷെ സംഭവം എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു വിലയിരുത്തൽ ഇതാണ്. ആത്മാക്കളുടെ കൂട്ടമാണ് ഈശ്വരൻ. കോടിക്കണക്കിനല്ല, ലക്ഷങ്ങൾ, ട്രില്യൺസ് ഓഫ് സോൾസ്. അത് ഓരോ കൂട്ടത്തിനും പല കൂട്ടങ്ങളുണ്ട്. ഓക്കെ, അത് ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ ശിവഭഗവാൻ, ഗണപതി ഭഗവാൻ, പിന്നെ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പറയട്ടെ, സെൻറ്റ് ജോർജ് പുണ്യാളൻ, അതായത് ഗീവർഗീസ് പുണ്യാളൻ, ഇവരെല്ലാവരും പെട്ടെന്നാണ് പ്രതികരിക്കുക. ക്ഷിപ്ര ഗോപികളുമാണ്, ക്ഷിപ്രപ്രസാദികളുമാണ്. ഓക്കെ, അപ്പോൾ ശിക്ഷയായാലും രക്ഷയായാലും പെട്ടെന്ന് മറുപടി കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാം കൂടെ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാമേശ്വരം, അതായത് തമിഴ്നാടിൻ്റെ അങ്ങേ അറ്റം, രാമേശ്വരം ക്ഷേത്രത്തിൽ, അവിടെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ശിവനാണ് സംഭവം അവിടുത്തെ ദൈവം. അതായത് ബലിയിട്ട് 22 തീർത്ഥ കിണറിൽ കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നടക്കില്ലെന്ന് നമ്മൾ തീർത്തും വിശ്വസിക്കുന്ന കാര്യങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പെട്ടെന്നാണ് മറുപടി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ആദ്യം നമ്മൾ ഈ ഈശ്വരൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ധൈര്യപൂർവ്വം വെട്ടിത്തുറന്ന് ചങ്കൂറ്റത്തോടെ പറയും, എനിക്കൊരു ചുക്കും അറിഞ്ഞൂടാ. അവിടെ പിണറായി സഖാവ് പറഞ്ഞ പോലെ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ. സത്യമാണ്. നോക്കുക,
ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പറ്റി എനിക്ക് 1% പോലും പിടികിട്ടിട്ടില്ല. കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. 100% കൺഫ്യൂഷനാണ്. അതായത് പ്രപഞ്ച സൃഷ്ടാവാണ് ഈശ്വരൻ. ഓക്കെ, അതെല്ലാവർക്കും ഏകദേശം അംഗീകരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ പ്രപഞ്ചം ആദ്യം ഈ ഈശ്വരനെ അറിയണമെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ച പ്രപഞ്ചത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടാവണം. ഭൂമിയും സൂര്യനും മാത്രമല്ല പ്രപഞ്ചം. സൗരയൂഥം പോലും നമ്മുടെ ഗാലക്സി വെച്ച് നോക്കുമ്പോൾ, ആകാശഗംഗ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. ഈ ഗാലക്സി പോലും നമ്മൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ല. ശാസ്ത്രം പോലും മനസ്സിലാക്കിയിട്ടില്ല. എത്ര ഗാലക്സി ഉണ്ട്? ഗൂഗിളിനകത്ത് ഞാൻ ഈയിടെ സെർച്ച് ചെയ്ത് നോക്കി എത്ര ഗാലക്സികളുണ്ട്. ഏകദേശം ഉത്തരവേ പറയാൻ അതിനകത്തുള്ളൂ. കൃത്യമായിട്ടുള്ള കണക്കില്ല. എത്ര ഗാലക്സി ഉണ്ട്? ഗൂഗിൾ തരുന്ന ഉത്തരവ് ഇതാണ്. ശാസ്ത്രം പറഞ്ഞേക്കുന്നത് ഏകദേശം 2 ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ടാകാം എന്നാണ്. ഉണ്ട് എന്ന് തീർത്ത് പറയാൻ വയ്യ. എത്ര ഗാലക്സി ഉണ്ട്? ശാസ്ത്രത്തിന് അത് കണ്ടുപിടിക്കാൻ പോകും? ഒരിക്കലും പറ്റത്തില്ല. ഇതിൻ്റെ അതിരുകൾ എവിടാണ്? ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? ശാസ്ത്രം പിന്നെ ഭയങ്കര കഥകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബിഗ് ബാങ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇവർക്ക് ഇതിലും നല്ലൊരു കഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച്? അതൊക്കെ വെറും വല്ല എം ടി വാസുദേവനെ കൊണ്ടോ അല്ലെങ്കിൽ രഞ്ജിത്തിനെയൊക്കെ കൊണ്ടോ കഥയും തിരക്കഥയൊക്കെ എഴുതിച്ചാൽ സംഭവം നിലനിൽക്കുന്നതല്ല. സംഭവം അവർ ശാസ്ത്രം ഉണ്ടാക്കിയ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള കഥകൾ മുഴുവൻ വെറും കെട്ടുകഥകളായിട്ട് നമ്മുടെ അറബിക്കലിൻ്റെ അടിത്തട്ടിൽ താഴ്ന്നു പോയിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിനുള്ള ബുദ്ധിയില്ല. നമ്മളൊക്കെ ഈ പറഞ്ഞൊക്കെ ഞാനുൾപ്പെടെ എല്ലാവരും വലിയ ഗമയിൽ നടക്കുകയാണ്. ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ എല്ലാവരും നടക്കുന്നത്. എവിടെ? നമ്മളൊക്കെ വെറും വട്ടപൂജ്യങ്ങളാണ്. ദാണ്ട് വെറും 250 കൊല്ലത്തിന് മുൻപ് മാത്രമാണ് ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രം പോലും മനസ്സിലാക്കുന്നത്. അതിനൊരു 200 കൊല്ലം മുമ്പ്, ഏകദേശം 400-450 കൊല്ലത്തിന് മുമ്പ് ഗലീലിയോ പറഞ്ഞു ഉരുണ്ടതാണ് ഭൂമിയെന്ന്. എവിടെ? ആര് കേൾക്കാൻ? അദ്ദേഹത്തെ കൊണ്ട് തിരുത്തി പറയിച്ചു. പക്ഷേ ഏകദേശം 450 വർഷത്തിന് ശേഷം ഏത് മതമാണോ ഗലീലിയോയെ തിരുത്തി പറയിച്ചത്, ആ മതം ഗലീലിയോയോട് മാപ്പ് പറയേണ്ടി വന്നു. മാപ്പ് പറഞ്ഞു. ഏതാണ്ട് 1992 മറ്റോ അങ്ങനെ സംഭവം നടന്നു. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല അത്. ഓക്കെ, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ശാസ്ത്രം ശൈശവ ദശയിൽ പോലും അല്ല, ഗർഭാവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. ശാസ്ത്രം ജനിച്ചിട്ടില്ല. ആ രീതിയിൽ അത്രത്തോളം ശൈശവ ദശയിലാണ് ശാസ്ത്രം. ഒരിക്കലും കണ്ടുപിടിക്കാൻ ഒക്കില്ല. വെറുതെ സമയം കളയണ്ട അതിനു വേണ്ടി. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള, നമുക്ക് കഥകൾ മെനയാൻ പറ്റാത്ത ഉത്ഭവം ആണ് പ്രപഞ്ചത്തിന്. അപ്പോൾ ഈ നമുക്ക് അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നൊക്കെ വെച്ച് കാച്ചു വരത്തിന് ഓക്കെ, യാതൊരു നമുക്ക് ആർക്കും തന്നെ ഇതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നും ഇതിനെത്ര വലിപ്പമുണ്ടെന്നും ഒന്നും കണ്ടുപിടിക്കാൻ ഒക്കില്ല. നമ്മളൊക്കെ വെറും വട്ടപൂജ്യങ്ങളാണ്. അപ്പോൾ ഈശ്വരൻ്റെ മൂല്യമോ 1,00,000 കോടിയൊന്നുമല്ല, അതിന് മേലെയാണ്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച്
ദയവ് ചെയ്ത് ആരും ഒരു കൺഫർമേഷൻ ഉണ്ടാക്കാൻ നോക്കരുത്. അതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കില്ല. അപ്പോൾ ആ ഈശ്വരൻ്റെ ഭാഷ ഏതാണ്? ഒരു പിടിയില്ല. എങ്കിലും ഞാൻ ഏകദേശം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ആശയം ഞാൻ പറയാം. തമിഴും ഇംഗ്ലീഷും ഒന്നുമല്ല. മഴയിലൂടെ, കാറ്റിലൂടെ, പ്രകൃതിയിൽ നമുക്ക് കാണാവുന്ന ചില നിമിത്തങ്ങളിലൂടെ ഈശ്വരൻ നമ്മളോട് സംവദിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ പൊതുവെ ഒരുമാതിരിയൊക്കെ വിവരം വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴും വലിയ വിവരം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ തന്നെ ഉള്ള വിവരം വെച്ച് ഞാൻ പറയാം. അതായത് ഞാൻ പൊതുവെ ഈ മനുഷ്യർ ഓരോ അഭിപ്രായം പറയുന്നതിനോടോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനോ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. മറിച്ച് ഈശ്വരൻ നമുക്ക് കാണിച്ചു തരും, ഈശ്വരൻ്റെ പ്രതികരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം മഴ തന്നെ എത്രയോ ടൈപ്പ് മഴകളുണ്ട്. മഴ തന്നെ ഒരുപാട് തരമുണ്ട്. വെയിലും പലതരത്തിലുണ്ട്. കാറ്റ് എല്ലാം അതിനൊക്കെ ഓരോ സ്വഭാവങ്ങളാണ്. അതൊക്കെ ഏകദേശം നമുക്ക് ഊഹിച്ചെടുക്കാനേ പറ്റുള്ളൂ ഈശ്വരൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്. ഇപ്പോൾ മഴയും വെയിലും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കാടൻ്റെ പെണ്ണ് കെട്ടെന്ന് നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ നിമിത്തങ്ങൾ ഒരു 10,000 ഉണ്ട്. ശുഭനിമിത്തങ്ങളൊക്കെ ഒരു 10,000 ഉണ്ട്. ഓക്കെ, അങ്ങനെ ആ നിമിത്തങ്ങളിലൂടെ ഈശ്വരൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സംവദിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും സ്വർണ്ണപ്പാളി മോട്ടിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന്, അയ്യപ്പൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, പുള്ളി വന്ന് തടയത്തേ ഒന്നുമില്ല എന്നൊക്കെ ഓരോരുത്തരെ വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്ത് വിവരക്കേട്, അതിൻ്റെ പരമാവധി വിവരക്കേട് ചെയ്തിട്ട് അതിലൊരാൾ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി, ഒരാൾ ഇപ്പോൾ ആശുപത്രിയിലായിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഓക്കെ, നമ്മൾ പ്രവൃത്തിയുടെ കാര്യം വിട്, സംസാരിക്കുന്ന വാക്കുകളും വിടുക, ആശയങ്ങളും വിടുക. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകൾ പോലും ഓരോ നിമിഷാർത്ഥത്തിലും ഈശ്വരൻ അറിയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഓരോരോ തള്ളുകൾ കാച്ചിയാണ്. ഓക്കെ, എനിക്ക് ഇപ്പോൾ ഉടനെ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിനെ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ, 53 കുഞ്ഞുങ്ങളെ കൊന്ന് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? എനിക്കൊരു സ്ഥലത്തെ അസ്തിത്വമുള്ളൂ. ഈശ്വരൻ അങ്ങനെയല്ല, തൂണിലും തുരുമ്പിലുമല്ല, എല്ലായിടവും ഉണ്ട്. പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ ചൈതന്യം നിലനിൽക്കുന്നു. ഈശ്വരൻ്റെ അസ്തിത്വം, അതിന് നാശമില്ല. നമ്മൾ ഇവിടെ നിന്ന് ഓരോ ചെറിയ ഐഡിയകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈശ്വരൻ അത് സദാസമയവും നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു മണ്ടത്തരം ആലോചിക്കുക, ഒരു ആശയം, ഞാൻ തന്നെ കറൻസി ഇല്ലാത്ത ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പരമാവധി ബോറടിപ്പിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ പരമാവധി ബോറടിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണോ അല്ലയോ, ശരിയായ ചിന്തയാണോ എന്നൊക്കെ ഈശ്വരൻ ഓരോ നിമിത്തം കാണിച്ചു തരും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഒരു വിലയിരുത്തൽ ഇതാണ്, പോസിറ്റീവാണ് എന്ന് ആണ്. ഓക്കെ, അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ തമിഴല്ല, മലയാളമല്ല, ഇംഗ്ലീഷല്ല, ലാറ്റിനല്ല, ഫ്രഞ്ചല്ല, സംസ്കൃതമല്ല, ജർമ്മനല്ല, മറിച്ച് നിമിത്തങ്ങളിലൂടെ ഈശ്വരൻ നമ്മളോട് സംസാരിക്കുന്നു. നമ്മളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നു, ഒരു മണ്ടത്തരം നമ്മുടെ മനസ്സിൽ വരുന്നു. അപ്പോൾ ആദ്യം കാണുന്നത് എന്താണ്?
ഓക്കെ, അതാണ് ഈശ്വരൻ്റെ പ്രതികരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഈ കറൻസി രഹിത വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രിൻ്റഡ് കോപ്പി ഏതാണ്ട് 2010 ആ പ്രിൻ്റഡ് കോപ്പി ആയിട്ട് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ വരുന്നു. ആ പുസ്തകക്കെട്ടുമായിട്ട് ഞാൻ കസർ റോഡിൻ്റെ ഞങ്ങളുടെ അവിടുത്തെ റോഡിൻ്റെ നടുക്കെത്തിപ്പോൾ പൂർണ്ണമായിട്ടും നിശബ്ദമാണ്. ഞാൻ വാഹനത്തിൽ വന്ന് അത് പൊക്കിയെടുത്തോണ്ട് ഇങ്ങനെ നടന്നു നീങ്ങി, അപ്പോഴെല്ലാം നിശബ്ദമാണ്, 100% നിശബ്ദ, പിൻ ഡ്രോപ്പ് സൈലൻസ്. ഓക്കെ ആയിരുന്നു. ഒരു വാഹനവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, ആരുമില്ല. പെട്ടെന്ന് ഞാൻ റോഡിൻ്റെ ആ ജംഗ്ഷൻ്റെ നടുക്കെത്തിയപ്പോൾ പെട്ടെന്ന് വാദ്യഘോഷങ്ങൾ വരികയാണ്. സംഭവം വേറൊന്നുമല്ല, അതുവരെ വാദ്യഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് ഞങ്ങളുടെ ആ ജംഗ്ഷനിൽ സ്കൂളുണ്ട്, ട്രിനിറ്റി ലൈസൻസ് സ്കൂള്. അവിടെ തൊട്ടടുത്ത ദിവസം മറ്റോ ആനിവേഴ്സറി മറ്റോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാൻഡ് മേളവും ബ്യൂഗിളും ഒക്കെ വെച്ചുള്ള അതിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. ഞാൻ വരുമ്പോൾ വാഹനം പാർക്ക് ചെയ്ത് ആ പുസ്തകക്കെട്ടെടുത്ത് ജംഗ്ഷൻ്റെ നടുക്കെത്തിയപ്പോൾ വരെ ഒരു ശബ്ദവുമില്ല, ഒരു കിളിക്കുഞ്ഞിൻ്റെ ശബ്ദം പോലുമില്ല. പെട്ടെന്ന് ബാൻഡ് മേളവും ബ്യൂഗിളും കേൾക്കുകയാണ്. വാദ്യഘോഷം ശുഭശകനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ലഭിക്കും. മറ്റൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ വരാം. തൽക്കാലം വിട വാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.